രാത്രികളെ പകലുകളാക്കി പണിയെടുക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ രാത്രികളിൽ പോലും സൂര്യപ്രകാശം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തന്ന് രാത്രികളെ പകലുകളാക്കി മാറ്റുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ടെക്നിക്സിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം എന്താണ് റിഫ്ലക്റ്റ് ഓർബിറ്റൽ. റിഫ്ലക്റ്റ് ഓർബിറ്റൽ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി ചെറിയ രീതിയിൽ രാത്രിയിൽ നിലാവെളിച്ചമായി ഭൂമിയിലേക്ക് വരുന്ന കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് രാത്രിയിൽ പകലിൽ എന്ന പോലെ സൂര്യപ്രകാശം എത്തിച്ചു തരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള റിഫ്ലക്റ്റ് ഓർബിറ്റൽ. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കാണും, പകൽ സമയത്ത് സൂര്യപ്രകാശം കിട്ടുന്നത് ഓക്കെ, ബട്ട് രാത്രിയിൽ ഇതെങ്ങനെ സാധ്യമാവും? അതെ, ഫുഡ് ഡെലിവറി ആപ്പിൽ നമ്മൾ രാത്രിയിൽ ഫുഡ് ഓർഡർ ചെയ്താൽ എത്തിക്കുന്നത് പോലെ ഇനി മുതൽ ഭാവിയിൽ നമുക്ക് അധികം വൈകാതെ തന്നെ രാത്രിയിൽ സൂര്യപ്രകാശത്തെയും നമ്മൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന അളവിൽ എത്തിച്ചു തരും. ബെൻ നൊവാക്ക് എന്ന ചെറുപ്പക്കാരന്റെ ആശയമാണ് റിഫ്ലക്റ്റ് ഓർബിറ്റൽ. ബെൻ നൊവാക്കും ട്രിസ്റ്റൻ സെമൽഹാക്കും ചേർന്നാണ് കമ്പനി ആരംഭിച്ചത്. റിഫ്ലക്റ്റ് ഓർബിറ്റൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്ന് അവകാശപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പേജിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്: സൺലൈറ്റ് ആഫ്റ്റർ ഡാർക്ക്. റിഫ്ലക്റ്റ് ഓർബിറ്റൽ ഈസ് സെല്ലിംഗ് സൺലൈറ്റ് യൂസിങ് എ കോൺസ്റ്റലേഷൻ ഓഫ് ഇൻസ്പേസ് റിഫ്ലക്റ്റേഴ്സ് എന്ന് എഴുതിയ വാചകത്തിന് താഴെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എക്സ്പ്ലോർ ലൈറ്റിംഗ്, രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പ്ലോർ എനർജി. ചന്ദ്രനിൽ തട്ടി സൂര്യപ്രകാശം രാത്രിയിൽ ഭൂമിയിലേക്ക് വരുന്നത് പോലെ സാറ്റലൈറ്റിൽ റിഫ്ലക്റ്റേഴ്സ് അഥവാ കണ്ണാടികൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശം ഒട്ടും ചോരാതെ രാത്രിയിൽ ഭൂമിയിൽ എത്തിക്കുക, അതും നിശ്ചിത ചുറ്റളവിൽ. അതാണ് റിഫ്ലക്റ്റ് ഓർബിറ്റലിന്റെ ലക്ഷ്യം. കമ്പനിയുടെ പ്രധാന ലക്ഷ്യം സോളാർ പാനലുകളാണ്. രാത്രിയിലും സോളാർ പാനലുകളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് വഴി സോളാർ എനർജിയെ ഭൂമിക്ക് യാതൊരുവിധ ദോഷവും കൂടാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന ആശയമാണ് റിഫ്ലക്റ്റ് ഓർബിറ്റലിന് ഉള്ളത്. ഇതുകൂടാതെ രാത്രിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ 4 മിനിറ്റ് വീതം സൂര്യപ്രകാശം എത്തിച്ചു തരും എന്നും കമ്പനി അവകാശപ്പെടുന്നു. സാറ്റലൈറ്റിന്റെ പരീക്ഷണത്തിന് മുന്നോടിയായി ബലൂണിൽ റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള പരീക്ഷണം കമ്പനി ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള എക്സ്പ്ലോർ ലൈറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ റിസർവ് എ സ്പോട്ട്, അപ്ലൈ ഫോർ സൺഷൈൻ എന്നും അപ്ലിക്കേഷൻ ക്ലോസ് ദിസ് ഒക്ടോബർ എന്നും ലിമിറ്റഡ് അവൈലബിലിറ്റി, ഡെലിവറി ബിഗിൻസ് 2025 എന്നും കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷനായ എക്സ്പ്ലോർ എനർജി ഓപ്പൺ ആക്കുമ്പോൾ സോളാർ എനർജി അറ്റ് നൈറ്റ് എന്നും ഡ്യൂറിംഗ് പീക്ക് ഡിമാൻഡ്, എനിവെയർ നോ ഇൻഫ്രാസ്ട്രക്ചർ നീഡഡ് എന്നും ഒപ്പം ഇൻക്വയർ നൗ എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കുന്നു. സൂര്യൻ അസ്തമിച്ച ശേഷം സൂര്യപ്രകാശവും ഊർജവും വിൽക്കാൻ ലക്ഷ്യമിടുന്ന കാലിഫോർണിയ ആസ്ഥാനമായുള്ള റിഫ്ലക്റ്റ് ഓർബിറ്റൽ എന്ന കമ്പനി ആരംഭിച്ചത് 2021 ആണ്. സൂര്യപ്രകാശത്തെ രാത്രിയിൽ ഭൂമിയിലെ കൃത്യമായ സ്ഥാനത്തേക്ക് പ്രതിഫലിക്കുന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹത്തിൽ ഒരു വലിയ കണ്ണാടി ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ടാണ് കമ്പനി ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രയായിരിക്കും ഈ ഒരു പ്രകാശം ലഭിക്കുന്നതിൻ്റെ ചിലവ്? റിഫ്ലക്റ്റ് ഓർബിറ്റൽ അതിൻ്റെ സേവനത്തിൻ്റെ കൃത്യമായ ചിലവ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും പ്രദേശത്തിൻ്റെ വലിപ്പത്തെയും പ്രകാശം വേണ്ട സമയത്തെയും അടിസ്ഥാനമാക്കിയായിരിക്കും വിലയുടെ നിർണയം. ആവശ്യാനുസരണം സൂര്യപ്രകാശം നൽകുന്നതിനാണ് ഈയൊരു സാങ്കേതിക വിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതിനാൽ സോളാർ ഫാമുകൾക്കും ഉയർന്ന ഡിമാൻഡുള്ള സ്ഥലങ്ങൾക്കും ഇത് ചിലവ് കുറഞ്ഞ ഒരു മാർഗമായിരിക്കും. ആരാണ് റിഫ്ലക്റ്റ് ഓർബിറ്റലിന്റെ നിക്ഷേപകർ? ഗൂഗിൾ ഇൻഫർമേഷൻ പ്രകാരം 2023 ജൂൺ 1 നടന്ന റിഫ്ലക്റ്റ് ഓർബിറ്റലിന്റെ ഏറ്റവും പുതിയ ഫണ്ടിംഗ് റൗണ്ടിലെ പ്രധാന ഇൻവെസ്റ്റർ ക്ലൈമറ്റ് ക്യാപിറ്റൽ ആണ്. എത്ര സാറ്റലൈറ്റ് ആണ് റിഫ്ലക്റ്റ് ഓർബിറ്റൽ ഈയൊരു കാര്യത്തിനായി വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം 33 ചതുരശ്ര അടി കണ്ണാടികൾ ഉൾക്കൊള്ളുന്ന 57 ചെറിയ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുക എന്നതാണ് റിഫ്ലക്റ്റ് ഓർബിറ്റലിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യമെന്ന് കമ്പനി സിഇഒ ബെൻ നൊവാക്ക് പറഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ ഊർജം മനുഷ്യരാശിക്ക് നൽകാൻ കൂടുതൽ സൂര്യപ്രകാശം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന റിഫ്ലക്റ്റ് ഓർബിറ്റൽ 2025 കൂടിയാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ സൂര്യപ്രകാശം 2025 കൂടി കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ചന്ദ്രനിൽ പോലും സ്ഥാനം വാങ്ങിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഭാവിയിൽ ഇതും നടന്നേക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം.